ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ഇട്ടാണ് നയിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ബെഡ്ഡീനാണ്. ഇതൊരു കുറച്ച് ഹൊറർ ഗെയിമാണ്. ഗായ്സ്, വലിയ ഗെയിമാണ്. ഇത് കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയാൽ നിൽക്കാം. ഓക്കെ, എൻ്റെ അത് പറയുന്നത് എന്തൊരു കാര്യമാണ് ഗായ്സ്. ഇതൊരു വലിയ ഗെയിമാണ്. ഇതൊരു ഇങ്കിൻ്റെ എന്തോ ഗെയിമാണ് ഗൈസ്. പറഞ്ഞില്ലത് ഇങ്ക് വീണുണ്ട്. ജോയി എന്ന് വെച്ച ഒരാളുണ്ട്. അവനിക്ക് ഇവനെ കാണണമെന്ന് പറയണം. അവനെ കണ്ടുപിടിക്കാൻ. ഗൈസ്, ഇത് ഏതാ സ്ഥലം? എന്താ സംഭവം? ഇവിടെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ പിക്ചർ എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ഥലം മൊത്തം ഡിസ്കവർ ചെയ്യാം. ആദ്യം നമുക്ക് ഈ സ്ഥലത്ത് പോയി നോക്കാം. ഇതാണ് എൻ്റെ പണ്ടത്തെ ഡെസ്ക്. എനിക്കൊന്നും ഇതാണ് ഇവനാണ് എൻ്റെ പണ്ട്. ഇതാണ് നമ്മളെന്നാണ് എനിക്ക് തോന്നണം. എൻ്റെ പണ്ടത്തെ ഡെസ്ക് എന്നല്ലേ? Looks like they knocked out a wall or two after I left. Guess it took a few people to replace me. Yes, നമ്മൾ തന്നെയാണിത്. അപ്പോൾ അവനെ കണ്ടുപിടിക്കണമെന്ന് പറയണേ. അത് ഈ സ്ഥലം മൊത്തമൊക്കെ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഈ സ്ഥലമൊന്നും തുറക്കാൻ പറ്റില്ല അല്ലേ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ വേറെ വല്ലതും ഉണ്ടാവോ? ഒന്നുമില്ല. നമുക്ക് പോവാം. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഗെയിം അറിയാമെങ്കിൽ ഒന്ന് പറയും. ഇത് കുറേ ചാപ്റ്റർ ഉണ്ടെന്നാണ് ഈ ഗെയിം. 1, 2, 3 എന്തോ പറഞ്ഞിട്ടുണ്ട് ഈ ഗെയിം. ഇത് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഗൈസ്, അപ്പം ഇതൊക്കെ ഇൻട്രസ്റ്റ്. അപ്പം നമുക്ക് അടുത്ത വരി പോവാം. ഇത് നമുക്ക് ഏത് വേണം? ഇത് ഏത് വഴി? ഇതാണല്ലേ നമ്മൾ ആദ്യം വന്ന വഴി. ഇനി നമുക്ക് ഈ വരി പോവാം. ഡ്രീംസ് കം ട്രൂ. അതിൻ്റെ അർത്ഥം എന്താ? ഗൈസ്, ഈ ഗെയിം വലിയ ഗെയിമാണ്. അതുകൊണ്ട് നമുക്ക് 2 പാട്ടല്ലേ 3 പാട്ടല്ലേ 4 പാട്ടൊക്കെ ഇടേണ്ടി വരും. ഇതൊക്കെ തുറക്കാൻ പറ്റില്ല അല്ലേ? വാട്ട്സ് യുവർ സ്റ്റെപ്പ്. നമ്മൾ ചാടണമെന്ന് തോന്നണം. ചാടി. ഇതെന്ത് സാധനം? ഇതെന്ത്? നമുക്ക് ഈ ബാറ്ററി എടുക്കാം. ഈ ബാറ്ററി ഇവിടെ വെക്കാനാണ്. ഇവിടെ വെക്കാനുള്ള ബാറ്ററിയാണ്. ഇനി വേറൊരു ബാറ്ററി ഇവിടെ കിട്ടും. നമുക്ക് ഈ ബാറ്ററി ചേർക്കാൻ പറ്റും. ബാറ്ററി കിട്ടി. അപ്പം നമുക്ക് ഇവിടെ നീല് വെറു വയ്ക്കണം. ഇതെന്ത് സാധനമാണ്? കുറേ കൂട്ടേന്ന് കുറേ ചങ്ങലുണ്ട്. ഇതെന്ത് സാധനം? ഇതെന്തിൻ്റെ എഞ്ചിനാണ് ഗൈസ്? ഒന്നും മനസ്സിലായില്ല. ഇതെന്തോ വലിയ എഞ്ചിനാണ്. എന്താ കാറ്റൊക്കെ തന്നെ. ഇങ്ക് മെഷീൻ ഓണാക്കാനാ. എങ്ങനെ ഓണാക്കാൻ പറ്റും? നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റൂല. നമുക്ക് പോവാം. ഇതെടുക്കാൻ പറ്റും? ഇല്ല. നമുക്ക് താഴത്തേക്ക് കാണാൻ പറ്റൂലല്ലേ? നമുക്ക് ചാടി പോവാം. ഇനി വേറെ വല്ല സ്ഥലത്ത് പോകണം. എന്താണ് തുറന്ന്? ലിറ്റിൽ ഡേവിൽ ഡാർലിനാ ആവോ? തന്നെ പോവാല്ലേ? ഇവിടേക്ക് പോവാ. വർക്ക് ഹാഡ് വർക്ക് ഹാപ്പിയോ ആണോ? നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റൂല. ആക്സ് ഉണ്ടാകാൻ വെട്ടി പോവാറ്.
ഇതെന്താണ്? ഇടവർക്കാൻ പറ്റുമോ? പക്ഷെ എന്താണ് ഭക്ഷണം? നമുക്ക് തിന്നാം. പക്ഷെ ഇതെന്ത് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഇങ്ക് മെഷീൻ ഓണാക്കാൻ ഇത് വേണമായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ എടുത്തേക്കാം തൽക്കാലം. ഇതെന്തിട്ടാണ്? ഇതെന്ത് സാധനം? എന്തോ ഒരു ശബ്ദം കേൾക്കണ്ട്. ഇനി നമുക്ക് ഇതെന്ത് സാധനം? നമ്മത് ഇത് തരണം കളിക്കാനാ? അയ്യത്തെ കൈ കുറച്ചും കൂടി അറിയാം, കുറച്ച് പൊക്കി അറിയാം. നമ്മൾ കൊള്ളിച്ച് കുറേശ്ശം കൂടി അറിയാം. എടുക്കുക, എറിയ, അയ്യോ തെറ്റിക്ക്, എറിയ, നമ്മളെല്ലാത്തിനും കൊള്ളിച്ച് നടക്കുക. അപ്പം നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും കിട്ടൂല. അപ്പം നമുക്കിനി ഇങ്ക് മെഷീൻ ഓണാക്കാൻ വല്ല റൂം ഉണ്ടായിരിക്കും. അപ്പം അവിടേക്ക് പോവാം. തുറക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ക് അതെടുക്കണ്ട അല്ലേ? കുറേ ഉണ്ട്, നമുക്ക് പോവാം. അല്ലാണ്ട് എടുത്തേക്കാം. എന്ത് സാധനം? വാലി ഫ്രാങ്ക്സ്. എന്തിനാവട്ടെ. ഇതറക്കാൻ പറ്റുമോ? ഇല്ല. ഇതറക്കാൻ പറ്റും. തുറക്കാം. എടുത്ത് വേറെ എല്ലാം ഉണ്ടോ? വേറൊന്നുമില്ല. പോവാം, നമുക്കിവിടെ നിന്ന് പോവാം. ഇനി ഈ ക്രാങ്ക് ഒന്ന് തിരിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് നമുക്ക് പോവാം. എന്നാലും അവനവിടെ പോയി. നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ കാണാൻ വന്നപ്പോൾ അവനെ കാണാനില്ല. ഇങ്ക് ബോട്ടിലെടുക്കുക, കുറച്ച് ഇങ്ക് ബോട്ടിലെടുക്കുക. നമുക്കെന്നിട്ട് നമുക്ക് ഈ വരി പോവാം. ഈ വരി നമ്മൾ ബോട്ടില്ല. ആരുമില്ല. ആരോ നമ്മളെ കളിപ്പിക്കാൻ നോക്കണം. ഗൈസ്, ഇവനാണോ ജോയി? ഇവൻ ചത്താ? നമ്മളെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് കൊള്ളാം. അപ്പം നമ്മ പെട്ട് ഒന്നും ഇവിടെ എല്ലാം ജീവി ഉണ്ടാവും. നമ്മ വിട്ട്. വണ്ടർഫുൾ. ഇനി നമുക്ക് ഇതെന്ത് റൂമാ? ഇതല്ലേ നമ്മൾ നേരത്തെ വന്ന മതി. നമുക്ക് പോവാം. ഈ റൂമിലും കയറിയതാണ്. പോവാം. നല്ല ഇങ്ക് ബോട്ടിലിൻ്റെ ഇങ്ക് മെഷീൻ്റെ റൂം എവിടെയാണാവോ? ഈ സെറ്റ് എന്താണ് അവസാനം? കുറച്ച് ഇങ്ക് ബോട്ടിലുണ്ട്, അതെടുത്തേക്കാം. മറ്റേതല്ലേ? തിരിച്ചെത്തിയ വന്നിട്ട് തിരിച്ചെത്തിയ സ്ഥലത്ത് കൂടി പോകാൻ പറ്റുമോ? ഇല്ല. എന്തുപറ്റി? ഇനി ഇങ്ക് റൂം എവിടെയെന്ന് കണ്ടുപിടിക്കണം. എനിക്കൊന്നും മറ്റേ ചത്തവനില്ലേ ജോയിന്ന് വിളിച്ചാൽ അവൻ്റെ അടുത്തുണ്ടാവുമെന്നാണ്. നമുക്കൊരാശം പോയൊക്കെ ഉണ്ട്. ഇനി ഇവിടെ എല്ലായിടത്തും ഇങ്ങിൻ്റെ ബോട്ടലുണ്ടാവും. എന്ത് ശബ്ദം? ഇപ്പം എന്തൊരു ശബ്ദം കിട്ടുക? ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ക് മെഷീൻ. ഇങ്ക് മെഷീൻ്റെ അടുത്തൊക്കെ നമുക്ക് പോകണ്ട. ഇവിടെയാണ്. അല്ല, ഇവിടെയാണ്. ഇത് മേളിൽ നമ്മൾ അവിടെ എത്തി തോന്നുന്നു. മേളിൽ ഇങ്ക് മെഷീന്ന് ഇത് നമ്മൾ നേരത്തെ എത്തിയതാൽ തന്നെ വീണ്ടും എത്തിക്കൊണ്ടിരിക്കണം. ഇല്ല, ഇവിടെ എന്തെങ്കിലും ചെയ്യാണ്ട? ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലേ? ഈ ചങ്ങലയെ പിടിച്ച് തൂങ്ങിപ്പോകാൻ പറ്റും? ഇല്ല. ഇനി ഇവിടെ ലിവറുണ്ടോ? ഒന്നുമില്ല. ചാടിപ്പോകാൻ പറ്റും. എൻ്റെ
പറ്റൂല. ആ ശബ്ദം കേട്ടു വീണ്ടും. അതെന്ത് ശബ്ദം ഗൈസ്? നമുക്കൊരാശം പോയേക്കാം. എന്തോ ഈച്ചേൻ്റെ ശബ്ദം പോലെ. നമുക്ക് ഈ വരെ അപ്പോൾ ഇതാണ് ആ ഇങ്ക് മെഷീൻ്റെ സ്ഥലം. അങ്ങനെ കണ്ടുപിടിച്ചു. ഫിക്സ് ദ ഇങ്ക് മെഷീൻ. ഇനി വെക്കണോ? ഇനി എന്ത് വെക്കാൻ? എനിക്കൊന്നുണ്ട് എൻ്റെ മുകളിൽ കാണിക്കുന്ന സാധനങ്ങൾ വെക്കണമെന്നാണ്. ഇവിടെ അത് വെക്കണം, പിന്നെ ഇവിടെ ഒരു ഇങ്ക് വെക്കണം, പിന്നെ ഇവിടെ ഇത് വെക്കണം. എനിക്ക് ഇത്ര തോന്നുന്നു. പിന്നെ അവൻ്റെ പാവച്ചി. അയ്യോ ഞാൻ പേടിച്ചു പോയി. ഒന്ന് പോടെയല്ലേ. നമ്മളെപ്പോലത്തെ സിഗ്മാനൊന്നും പേടിപ്പിക്കാൻ പറ്റൂല. എന്നാലും ഇവനാരേക്ക് പോന്നു? എവിടെയും ഉണ്ടോ ആ ഇങ്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് അങ്ങനത്തെ? അതിൻ്റെ ഈ സ്ഥലമൊക്കെ ഒന്ന് തപ്പുര ഒരാശം കൂടി നോക്കട്ടെ എന്ന്. റൂമിലെല്ലാം ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടാവും? ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇല്ല. എന്നാൽ ഇവന്ന് വെച്ചാൽ ആരായിരിക്കും? തലക്കുരാൻ തൊടുക്കുന്നു ഗൈസ്. എന്ത് സേവ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഗൈസ്. അപ്പം നമുക്കൊരു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഗൈസ്. അപ്പം നമുക്കൊരു അടുത്ത വീഡിയോയിലേക്ക് വരാം ഗൈസ്. അപ്പോൾ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. റൂട്ട് 225 സബ്ബാണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. എല്ലാവർക്കും